ഇന്നത്തെ റെസിപ്പി മാങ്ങ വെച്ചിട്ടുള്ള ഒരു മാമ്പഴം താളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലൊരു കറി മാത്രം മതിയാകും നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പഴുക്കാനായ മാങ്ങ വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി പുളിയും വേണം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മധുരവും വേണം. അതുപോലെ നമ്മൾ കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. കാന്താരി ഇല്ലെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതി. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിതാ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് നമ്മൾ ഓൺ ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു കളർ ഉണ്ടാകും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങേൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ മാത്രം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടില്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉടച്ച് കിട്ടണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല ഉടഞ്ഞ പോലത്തെ ഒരു കറിയാണ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ നല്ലപോലെ ഉടഞ്ഞിട്ട് നമ്മൾ ആ ഒരു വെള്ളമായിട്ടൊക്കെ നന്നായിട്ട് യോജിച്ചിട്ട് നല്ല കൊഴുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മധുരവും വേണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം നല്ല പഴുപ്പുള്ള മാങ്ങ, അതായത് ഒരുപാട് മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പഞ്ചസാരയ്ക്ക് വരെ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് കറിയൊന്നും വെക്കാനില്ല. അതുപോലെ തന്നെ എപ്പോഴും ഒരേപോലെ കറിയൊക്കെ ഉണ്ടാക്കി മടുക്കുന്ന സമയത്ത് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മാങ്ങേൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും എന്തായാലും മാങ്ങ ഉണ്ടാകും, അല്ലെങ്കിൽ കടയിൽ നിന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഒരു 4 പേർക്ക് ഒരു നേരം കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് പറയാൻ മറക്കല്ലേ.